എന്തുമാത്രം പണക്കാരാ സുഖേട്ടാ ഈ കോളനിയില്. ഓരോ വീടുകളിൽ ചെന്ന് നോക്കണം, ഇല്ലാത്ത ഒന്നുമില്ല. ഫ്രിഡ്ജ്, അലക്ക് മെഷീൻ, കാറ്, ഒന്നും പറയണ്ട. ഓരോ സ്ത്രീകളൊക്കെ ഉടുത്തിരിക്കുന്ന സാരി കാണുമ്പോ കൊതിയാവും. ഞാൻ എഞ്ചിനീയർ ആണെന്നാണോ നീ എല്ലാരോടും പറഞ്ഞിരിക്കുന്നത്? അത് സുഖേട്ടാ, ഞാൻ നോക്കുമ്പോ ഒരാള് കളക്ടർ, വേറൊരാള് വക്കീല്, പിന്നെ ഒരാള് ഡോക്ടർ ഒക്കെ കേട്ടപ്പോ ഞാനും കൊച്ചാവുന്ന തോന്നി. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇനി സുഖേട്ടനായിട്ട് അത് തിരുത്താനൊന്നും പോണ്ട, ആരറിയാനാ. അതൊക്കെ പോട്ടെ. എന്നിട്ട് ഈ അലക്ക് മെഷീൻ ഉണ്ടല്ലോ, നമ്മൾ തുണിയിട്ട് ചുമ്മാ ഒരിടത്ത് ഇരുന്നാ മതി. അലക്കലും പിഴിയലും തിരുമലും ഒക്കെ മെഷീൻ തന്നെ ചെയ്തോളും. എന്ത് സുഖ. നമ്മൾ അങ്ങനെ പണക്കാരല്ലോ കാഞ്ചനെ. എന്ന് വെച്ച് ദരിദ്രവാസികളല്ലോ. ഇത്തിരി കാശൊക്കെ സുഖേട്ടന് ബാങ്കിലല്ലേ. അത് നാളത്തേക്ക് വല്ലതും കരുതി വെക്കണ്ടേ? ഇന്ന് സുഖമായിട്ട് ജീവിക്കാതെ നാളത്തേക്ക് കരുതി വെക്കുന്നതിൽ ഒരർത്ഥമില്ല സുഖേട്ടാ. ഒടുക്കം വയസ്സുകാലത്ത് ഖേദിക്കേണ്ടി വരും. അലക്ക് മെഷീനും ഫ്രിഡ്ജും ഒക്കെ ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങി തരാമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. നമ്മൾ മാത്രം ഇതൊന്നും ഇല്ലാതെ ഈ കോളനിയിൽ ജീവിക്കുന്ന ഭയങ്കര കുറച്ചില്ല സുഖേട്ടാ. ഇൻസ്റ്റാൾമെന്റിൽ കിട്ടുമല്ലേ? അതൊന്നും സുഖേട്ടൻ അറിയണ്ട. ഞാൻ അന്ന് പറഞ്ഞ പോലെ സുഖേട്ടൻ കുറച്ച് ദിവസം ലീവ് എടുക്ക്. നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് കറങ്ങാം. മൂക്കും അതൊരു സന്തോഷാവും. എന്നും ഈ അടുക്കളയിൽ കിടന്ന് നരയിക്കല്ലേ സുഖേട്ടാ ഞാൻ. എവിടെ കറങ്ങാൻ? സുഖേട്ടൻ ആദ്യം ലീവ് എടുക്കുന്നേ. ശരിയാ, ഒരു റിലീഫൊക്കെ വേണ്ടേ? ലീവ് എടുത്ത് കളയാം. നോക്കിയേ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അത്രേ ഉള്ളൂ? നന്നായിട്ടില്ലേ? ആ കൊള്ളാം. ഇനി ക്രീം നിറത്തില് വേറൊരെണ്ണുണ്ട്, അതിട്ടോണ്ട് വരട്ടെ? കുറച്ച് കഴിഞ്ഞു പോരെ, എനിക്ക് സ്വല്പം ജോലി ഉണ്ടായിരുന്നു. സുഖേട്ടാ, ഇനി മുതൽ ദിവ്യമോള് സുഖേട്ടൻ അച്ഛാന്ന് വിളിക്കില്ല. അയ്യോ, അതെന്ത്? എന്നെ അമ്മാന്നും വിളിക്കില്ല. പിന്നെ സുഖേട്ടൻ ഡാഡി, ഞാൻ മമ്മി. ലോകം ഒരുപാട് മുമ്പോട്ട് പോയി സുഖേട്ടാ. കിണറ്റിലെ തവളകളെ പോലെ നമ്മൾ പരിഷ്കാരം അറിയേണ്ട ജീവിക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം വേണോ? വേണം.